ഒരു സാധാരണ കുടുംബത്തിൽ ജനനം, സാധാരണയേക്കാൾ താഴെയുള്ള ജീവിത രീതി, കോളേജ് പഠനകാലത്ത് തൻ്റെ വിദ്യാഭ്യാസ ചെലവിനായി രക്തം വരെ വിൽക്കേണ്ടി വന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന അവൻ്റെ ഉള്ളിലെ തീവ്രമായ ആഗ്രഹം അവനെ കൊണ്ട് പല പല ജോലികൾ ചെയ്യിപ്പിച്ചു. അവസാനം അവൻ ആഗ്രഹിച്ചിരുന്ന ഒരു കമ്പനിയിലും അവൻ എത്തിച്ചേരുന്നു. താൻ ആഗ്രഹിച്ച കമ്പനിയിലെ ജോലി ആയതുകൊണ്ട് അതിൽ അവൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. അങ്ങനെ ആ കമ്പനിയിലെ ഉന്നത പദവികളിലേക്ക് അവൻ എത്താൻ സാധിച്ചു. ആ ഇടയ്ക്ക് കമ്പനിയുടെ ആവശ്യാർത്ഥം അവൻ ഒരു വിദേശ രാജ്യം സന്ദർശിക്കേണ്ടതായി വന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ബിസിനസ് അവസരം അവൻ അവിടെ കാണുകയുണ്ടായി. തൻ്റെ നാട്ടിൽ ഈ പുതിയ അവസരം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ തൻ്റെ കമ്പനിക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് അവൻ മനസ്സിലാക്കി. തിരികെ നാട്ടിലെത്തിയ അവൻ തൻ്റെ കമ്പനി ഓണേഴ്സിനോട് ഈ ആശയം പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ അവസരം അവനെ പോലെ മനസ്സിലാക്കാത്തവർ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ തൻ്റെ ഉള്ളിൽ ജീവനെടുത്ത ആ ഒരു ആശയത്തെ വിട്ടുകളയാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറല്ലായിരുന്നു. തൻ്റെ ആശയത്തിൽ വിശ്വാസമുള്ളവൻ അത് നടപ്പിലാക്കാൻ വേണ്ടി തൻ്റെ ഉള്ള ജോലി തന്നെ രാജിവെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. 200-ലധികം ആളുകളോട് ഈ ആശയത്തെക്കുറിച്ച് സംസാരിച്ചുവെങ്കിലും വളരെ കുറച്ചാളുകൾ മാത്രമേ ഈ ആശയത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അവനോടൊപ്പം ചേർന്നുള്ളൂ. അങ്ങനെ ആ ആളുകളുടെ സപ്പോർട്ടോടുകൂടി അവൻ ഈ ആശയത്തെ അവൻ്റെ നാട്ടിൽ തുടങ്ങുകയായിരുന്നു. ആദ്യം ഈ ബിസിനസ് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. അവൻ്റെ നാടിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ ബിസിനസ്സിൽ വരുത്തിയപ്പോൾ അത് വലിയ ഒരു വിജയമാവാൻ തുടങ്ങി. അങ്ങനെ അവനും സമ്പന്നനാവാൻ തുടങ്ങി. എന്നാൽ ആ സമയത്താണ് അവൻ പഴയ രാജിവെച്ചു പോയ കമ്പനി താഴ്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. ഇതറിഞ്ഞ അവൻ ആ കമ്പനിയെ തന്നെ സ്വന്തമാക്കി. എന്നിട്ട് താൻ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ ഈ പ്രസ്ഥാനത്തിന് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആ പഴയ കമ്പനിയുടെ പേര് നൽകി. ആ കമ്പനിയാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബ്രാൻഡായി വളർന്ന സ്റ്റാർബക്സ്. അതിൻ്റെ ഉടമയായിരുന്നു കോളേജ് പഠനകാലത്ത് തൻ്റെ രക്തം വിറ്റ് പഠന ചെലവ് നടത്തേണ്ടി വന്ന അവസ്ഥയിൽ നിന്നും ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ബില്യണയറായി മാറിയ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇതുപോലെ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പലരും അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രം നമ്മുടെ പല ആശയങ്ങളും നമ്മുടെ ഉള്ളിൽ മാത്രം ഒളിഞ്ഞിരിക്കുകയാണ്. ഹൊവാർഡിനെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹൊവാർഡിനെ പോലെ സമ്പന്നരായി മാറിയിരിക്കും. അടുത്ത ഒരു ഓണം സമ്പന്നതയുടെ ഓണമായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്നേ തുടങ്ങുക. നിങ്ങൾക്കത് എങ്ങനെയെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അതിനുവേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഹാപ്പിനെസ് ഹബിന്റെ പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ മാത്രം കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.